നമ്മുടെ ഫുൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്ന് സ്റ്റേജിലേക്ക് വരുവാണ് നല്ലത്. ജോംസി. അപ്പോൾ മനോഫ 2024 എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഹാൻഡ് ഓവർ ടു ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് ലീഡേഴ്സ്. അതിൽ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ മനോഫയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എക്സിസ്റ്റിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രണ്ട് ലീഡേഴ്സ് is taking role as a president and secretary, so which is the first time, and we are really proud of that. So first of all, we want to congratulate Binsi, Rahul, Jason, Rajini, Matthew, and Ranjini for taking the leadership for the next role. With that, congratulations, and I will pass it on to Binsi for introducing her team, and I'm going to pass the Manofa president little badge to Binsi. Hello, good evening, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മനോഫ മെമ്പേഴ്സിനും ഈ പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ 2025 നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളും ഐശ്വര്യവും ആരോഗ്യവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതെ, നമ്മളെല്ലാവരും പൊളിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ 2025 ടീമിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ് മീ ജസ്റ്റ് വെൽക്കം ദി ജനറൽ സെക്രട്ടറി രാഹുൽ കാക്കനൂർ ഓൺ സ്റ്റേജ്. ആൻഡ് വി വുഡ് ബി കണ്ടിന്യൂയിങ് ദ പിന്നിങ് സെർമണി. ഈ സെർമണി ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയത് നമ്മുടെ രണ്ട് എക്സ് പ്രസിഡൻസ് ആണ്, ജെയ്സൺ ആൻഡ് നമ്മുടെ ഇന്ദു ചേച്ചി, ടു പ്രസന്റ് ദ ട്രാൻസ്ഫർ ഓഫ് റെസ്പോൺസിബിലിറ്റി ടു ന്യൂ കമ്മിറ്റി. അപ്പം നമ്മൾ ലിൻസ് അതിനെ continue edu as 2025 team. We will also continue that. So let me request JD to do the pinning ceremony for Rahul. ഇതാ എൻ്റെ രാജിക്കത്ത്, നെഞ്ചത്ത് കുത്തി കേറ്റട്ടെ. അയ്യോ, താങ്ക് യു. അടുത്തത് നമ്മുടെ ട്രഷറർ ആണ്. നമ്മുടെ ഈ വർഷത്തെ ട്രഷറർ നമ്മുടെ സ്വന്തം ജെയ്സൺ ആണ്. ജെയ്സൺ, പ്ലീസ് കം ഓൺ ടു സ്റ്റേജ് ആൻഡ് വെൽക്കം. ഒരു നല്ല കയ്യടി ആവാം അല്ലേ? അതെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ട്രഷറർ 2024 ട്രഷറർ ദിവ്യ പിന്നിങ് സെർമണി ചെയ്യുന്നതായിരിക്കും. കാശ് വരും പിന്നാലെ. ഓൾറൈറ്റ്, താങ്ക് യു. അടുത്തത് നമ്മുടെ വൈസ് പ്രസിഡൻ്റ് ആണ്. നമ്മുടെ 2025 വൈസ് പ്രസിഡൻറ്റ് നമ്മുടെ സ്വന്തം രജനി സുനിലാണ്. രജനി, പ്ലീസ് കം ഓൺ സ്റ്റേജ്. ആൻഡ് ഞാനായിരുന്നു 2024 വൈസ് പ്രസിഡൻറ്റ്, സോ ഐ എം ഗോയിങ് ടു ഡു ദിസ് ഓണർ. താങ്ക് യു. അടുത്തത് നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി ആണ്. നമ്മുടെ 2025 ജോയിൻറ്റ് സെക്രട്ടറി നമ്മുടെ സ്വന്തം മാത്യു ജോസഫ് ആണ്. മാത്യു, പ്ലീസ് ജോയിൻ അസ്. നമ്മുടെ 2024 ജോയിൻറ്റ് സെക്രട്ടറി രാഹുൽ ഈ പെന്നിങ് സെർമണി ചെയ്യുന്നതായിരിക്കും. ഓൾറൈറ്റ്, താങ്ക് യു. അടുത്തത് ഫൈനൽ നമ്മുടെ ജോയിൻറ്റ് ട്രഷറർ ആണ്. അത് നമ്മുടെ സ്വന്തം രഞ്ജിനി എം. രഞ്ജിനി, പ്ലീസ് ജോയിൻ us on stage. ആൻഡ് നമ്മുടെ ജോംസി 2024 ജോംസി ഈ ഒരു റെസ്പോൺസിബിലിറ്റി കൈമാറുന്നതായിരിക്കും. താങ്ക് യു. അപ്പോൾ നമ്മുടെ 2025 എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇവരാണ്. സോ ഐ താങ്ക് യു എവറി വൺ ഫോർ ടേക്കിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു സെർവ് അവർ കമ്മ്യൂണിറ്റി ഫോർ നെക്സ്റ്റ് 2025. ഓക്കെ, താങ്ക് യു. അപ്പോൾ 2024 മനോഫയെ സംബന്ധിച്ചിടത്തോളം മറ്റു വർഷങ്ങളെ പോലെ തന്നെ ഒരുപാട് നല്ല ആക്ടിവിറ്റീസും പ്രോഗ്രാംസും ഒക്കെ നടന്നൊരു വർഷമാണ്, ഡെഫിനറ്റ്ലി. ആൻഡ് ഈ അവസരത്തിൽ ഞാൻ ഇത് നയിച്ചവരും ഇതിൽ ഉള്ള എല്ലാ കമ്മിറ്റി മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, സബ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരോടുമുള്ള
നന്ദി 2025 കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ആൻഡ് 2024 കമ്മിറ്റിയിൽ ലിൻസ് പറഞ്ഞ പോലെ രാഹുലിനും എനിക്കും ഒരു മെമ്പറാവാൻ കഴിഞ്ഞതിലും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഉള്ള സന്തോഷം നമ്മളിപ്പോൾ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. 2025 ഈ വർഷം നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന എല്ലാ മെയിൻ ഇവൻറ്റ്സും നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ലൈക്ക് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ യൂത്തിന് വേണ്ടി, നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടി, കിഡ്സ് യൂത്തിന് വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഡെവലപ്മെൻറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി വി ഗോൺ ടു ടേക്ക് ദാറ്റ് ഫോർവേഡ് ആൻഡ് വി വിൽ മേക്ക് ഷുവർ ദാറ്റ് വി ഡു അവർ ബെസ്റ്റ്. അത് കൂടാതെ നമുക്ക് ഈ വർഷം ഒരു ആഗ്രഹമുണ്ട്, നമ്മുടെ സീനിയർ മെമ്പേഴ്സ്, നമ്മുടെ മനോഫയിൽ ഒരുപാട് സീനിയർ മെമ്പേഴ്സ് ഉണ്ട്. അവരെ അതെ, അപ്പോൾ അവരെയൊക്കെ കുറച്ചുകൂടി മനോഫയിൽ ആക്റ്റീവ് ആക്കണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അതിനുള്ള ഒരു ശ്രമം നമ്മൾ തീർച്ചയായിട്ടും നടത്തുന്നതായിരിക്കും. പിന്നെ മനോഫയിൽ നമ്മൾ ഒരുപാട് ഇവൻറ്റ്സും പ്രോഗ്രാംസും ഒക്കെ നടത്താറുണ്ട്. ഈ വർഷം നമ്മൾ ആ ഇവൻറ്റ്സും പ്രോഗ്രാംസിനും കൂടുതൽ വിസിബിലിറ്റി കൊടുക്കാനും കൂടുതൽ കവറേജ് കൊടുക്കാനും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വിസിബിലിറ്റി കൊടുക്കാൻ ഒരു പുതിയ കമ്മിറ്റീനെ രൂപീകരിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ആൻഡ് ഇവൻറ്റ്സ് കവറേജ്. അവരുടെ നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ചെറുതും വലുതുമായ ഇവൻറ്റ്സ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൂടുതൽ കൊണ്ടുവരണമെന്നും കൂടുതൽ മറ്റുള്ളവർക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ, മറ്റ് കമ്മ്യൂണിറ്റീസ് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ നമ്മളത് മുമ്പോട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ വിൽ ഹാവ് ദിസ് സോഷ്യൽ കമ്മിറ്റി ആൻഡ് ഇവൻറ്റ്സ് സബ് കമ്മിറ്റി ദിസ് ഇയർ. അതുപോലെ നമ്മുടെ സ്പോൺസേഴ്സ് ഒരു ഭയങ്കര കോൺട്രിബ്യൂട്ടേഴ്സാണ് നമ്മുടെ ഇവൻറ്റ്സിന്. അവരില്ലാതെ നമുക്ക് പ്രോഗ്രാംസുകൾ ചെയ്യാൻ പാടാണ്. അപ്പം അവരെ ഈ വർഷം നമ്മൾ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യാനും അവർക്ക് കുറച്ചും കൂടെ വിസിബിലിറ്റി കൊടുക്കാനും നമ്മുടെ മെമ്പേഴ്സിന് അവരുടെ സർവീസസ് കൂടുതൽ യൂസ് ചെയ്യാനും വേണ്ടി നമ്മൾ ഇവരുടെ എല്ലാം പ്രൊമോഷൻസും അഡ്വർടൈസ്മെൻറ്റ്സും നമ്മുടെ എല്ലാം സോഷ്യൽ മീഡിയയിൽ ത്രൂ ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് വിൽ bring it more. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ മനോഫ കമ്മ്യൂണിറ്റിയിലെ ഐ തിങ്ക് ഒരു ഫാമിലിയിൽ അറ്റ്ലീസ്റ്റ് ഒരു EV കാറെങ്കിലും കാണും അല്ലേ? അപ്പം ഐ ഫീൽ മോസ്റ്റ്ലി എല്ലാവരുടെ എവിടെയും ഒരു EV കാറെങ്കിലും കാണും. സോ ദിസ് ടൈം നമുക്ക് ആസ് 2025 കമ്മിറ്റി ഒരു സസ്റ്റൈനബിലിറ്റി ക്ലബ് ഓർ പ്രോഗ്രാം കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത് നമ്മുടെ മനോഫാനെയും മറ്റു കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ വിസിബിലിറ്റി കൊടുക്കാനും നമ്മുടെ ഒരു എൻവയൺമെൻറ്റൽ അവെയർനെസ്സിന് ഒരു വഴിയാകുകയും ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ബട്ട് വിൽ ട്രൈ അവർ ബെസ്റ്റ് ആൻഡ് വിൽ ഗീവ് യു മോർ ഡീറ്റെയിൽസ് ഓൺ ദാറ്റ് ലേറ്റർ ഓൺ. അപ്പോൾ ഇതൊക്കെയാണ് മനോഫ 2025 പ്ലാൻസും ആഗ്രഹങ്ങളും. പക്ഷേ ഇതെല്ലാം നടക്കണമെങ്കിൽ ഈ കമ്മിറ്റി മെമ്പേഴ്സ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല, ഒരിക്കലും നടക്കില്ല. ഇത് നമ്മുടെ മനോഫ മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. എന്നാലേ നമുക്ക് ഒരു പടിയെങ്കിലും മുമ്പോട്ട് വെക്കാൻ സാധിക്കൂ. ഐ ജസ്റ്റ് വോണ്ട് ടു സേ ദിസ്, ഞാൻ 2011 തോന്നുന്നു ഇവിടെ 2010, ഇറ്റ്സ് ഓൾമോസ്റ്റ് 14 years. ഈ 14 വർഷം മനോഫയ്ക്കുണ്ടായ ഗ്രോത്ത് ഈസ് ട്രെമെൻഡസ്. അതിനകത്ത് ഈ പറയുന്ന എല്ലാ വർഷമുള്ള ഭാരവാഹികളുടെ ഒരു certain percentage ഓഫ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്. അത് കൂടാതെ ഐ ഫീൽ ദ ബാക്ക് ബോൺ ബിഹൈൻഡ് ദിസ് ഈസ് അവർ മെമ്പേഴ്സ് സപ്പോർട്ട്. മെമ്പേഴ്സിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റും ടൈമും അതിനപ്പുറം ഈ മനോഫ എന്ന ഓർഗനൈസേഷൻ ഗ്രോ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കാരണമാണ് ഇത് ഇത്രയും മുമ്പോട്ട് പോയത്. സോ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇത്രയും നാളും കൊടുത്ത സപ്പോർട്ട് ഈ 2025 നമ്മുടെ ടീമിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഈ വലിയൊരു തറവാട്ടിലെ എല്ലാ കാരണവന്മാരും അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും യൂത്ത് മെമ്പേഴ്സും നമ്മുടെ കൊച്ചു കുട്ടികൾ വരെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ് ഡു സപ്പോർട്ട് us and we will try our best to serve you every possible way. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ആരെയും ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ നമ്മുടെ ജനറൽ സെക്രട്ടറിയെ ഈ മൈക്ക് കൈമാറുകയാണ് ടു സേ 2 words ആൻഡ് ഇൻട്രൊഡ്യൂസ് അവർ സബ് കമ്മിറ്റീസ്. താങ്ക് യു. താങ്ക് യു ബിൻസി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.
നമുക്കറിയാം നമ്മളെല്ലാവരും കേരളത്തിൽ നിന്ന് ഒരുപാട് മൈൽ മാറിയാണ് നമ്മളിവിടെ താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വർക്കിൻ്റെ സ്ട്രെസ്സെന്നും ബാക്കിയുള്ള എല്ലാ സ്ട്രെസ്സുകളിൽ നിന്നൊക്കെ ഒരു റിലീഫാണ് നമ്മുടെ ഈ മനോഫ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഈ മനോഫയുടെ സക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും തന്നെയാണ്. അപ്പം അടുത്ത വർഷം സെക്രട്ടറി എന്നുള്ള ഒരു വലിയ പൊസിഷനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ ഉത്കണ്ഠയും ആശങ്കയൊക്കെ എനിക്ക് ഉണ്ടെങ്കിലും എനിക്കറിയാം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോട് കൂടി ഇത് ഡെഫിനറ്റ്ലി സക്സസ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ അതേപോലെ എന്ത് തെറ്റുകളുണ്ടെങ്കിലും നമ്മളെ ആര് ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളോ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് പോയിൻ്റ് ചെയ്യണം. പോയിൻ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉയർച്ചയ്ക്ക് ഏറ്റവും വലിയ ഒരു കാര്യമാണ് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും വിമർശനങ്ങളും. അത് നമ്മൾ നല്ല രീതിയിലെടുത്ത് അതിനെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നമ്മൾ ചാർജ് എടുക്കുകയാണ്. അപ്പം അടുത്തതായിട്ട് നമ്മളെ സബ് കമ്മിറ്റി ഉണ്ട്. അവരാണ് നമ്മളെ ഇതിൻ്റെ നട്ടെല്ല്. അപ്പം നമ്മൾ അവരെ പേര് വിളിക്കും. ഞാൻ ആൽഫബറ്റിക് ഓർഡറിലാണ് സോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇവിടെ ലൈനപ്പ് ചെയ്യുക. ഞാൻ വിളിക്കാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് അടുക്കളത്തോട്ടം നമ്മുടെ കൃഷി സംബന്ധമായ കമ്മിറ്റിയാണ്. അതിൽ ഹരീഷ് ദേവിക, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ഹരീഷ് ദേവിക അടുക്കളത്തോട്ടം. പിന്നെ ആർട്സ് കമ്മിറ്റി മനീഷ്, ഫെബിൻ, മൃദുല, സന്ധ്യ, എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വരിക. പിന്നെ ഓഡിറ്റർ മധു തോമസ്. ചാരിറ്റി കമ്മിറ്റി അടുത്ത ചാരിറ്റി കമ്മിറ്റിയിൽ ഹരികൃഷ്ണൻ, സെലിൻ സണ്ണി, JD, റിനി. പിന്നെ ഇലക്ഷൻ കമ്മീഷനിൽ ബോബൻ എബ്രഹാം, ഇന്ദു നായർ, നിഷ പ്രവീൺ. അവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വന്നു കഴിഞ്ഞാൽ. അടുത്തതായി ഇവന്റ് കവറേജ് നിതിൻ രാജ്, രോഹൻ മഠത്തിൽ, അർജുൻ ലൂക്ക്, സാം സണ്ണി. അടുത്ത നമ്മുടെ ഇവൻറ്റ്സ് കമ്മിറ്റിയാണ്. രേഷ്മ സുരേഷ്, യൂസഫ്, അൽമാസ്, വരുൺ R, ജോമോൻ. പിന്നെ നമ്മുടെ ഫെസിലിറ്റീസ് കമ്മിറ്റിയിൽ അജുമോൻ സക്കറിയ, രജിൻ രവീന്ദ്രൻ, ദീപക് നെന്മണി. അടുത്ത നമ്മുടെ ഫുഡ് കമ്മിറ്റിയാണ്. വരുൺ, രാഗി, ജഹീൻ, രാജേഷ്, ഇന്ദു. അടുത്ത നമ്മുടെ കിഡ്സ് കോർണർ പ്രിയ രഞ്ജിത്ത്, ജഫ്ന ഹാരിസ്, അനു ഉണ്ണി, ഷാജിത. അടുത്തത് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് കമ്മിറ്റിയാണ്. സുരേഷ് മഠത്തിൽ, പ്രജീഷ് KP, വേണുഗോപാൽ. അടുത്തത് മാഗസിൻ കമ്മിറ്റി ജോസ് വർഗീസ്, രമ്യ അനൂപ്. അടുത്തത് ഈവന്റ് പ്രൊമോഷൻസ് അശ്വതി അനൂപ്, ഹരികൃഷ്ണൻ.
നമ്മളെ സ്പെഷ്യൽ ഇവൻറ്റ്സ് വിൽസൺ ടോണി. സ്പെഷ്യൽ ഇവൻറ്റ്സ് വിൽസൺ ടോണി. പിന്നെ സ്പോൺസർഷിപ്പ് കമ്മിറ്റി രാജേഷ് വി ബി ആണ്. എനിക്കൊന്ന് രാജേഷ് ഇല്ലാന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അടുത്ത കമ്മിറ്റിയിലേക്ക് പോകാം. സ്പോർട്സ് കമ്മിറ്റി ഉണ്ണി, അനൂപ് മോഹൻദാസ്, ജോംസി, ഇന്ദു, വി ജെ. നമ്മുടെ വെബ്സൈറ്റ് മെയിൻ്റെനൻസ് ബബിൾ. നമ്മുടെ വെൽനസ് കമ്മിറ്റി രജനീഷ്, ജ്യോതി സിബു, പ്രവീൺ നായർ, അനുപമ ജോസ്. അടുത്ത യൂത്ത് കമ്മിറ്റി ഇന്ദു അനീഷ്, നിത, അജിത്, മഞ്ജു ഹരി, ഷമീമ. ഇത് കൂടാതെ നമുക്ക് 2023 മുതൽ 2025 വരെ നമുക്കൊരു കമ്മിറ്റി ഫോം ചെയ്തിരുന്നു, ലൈഫ് ഹാപ്പൻസ് ഫിനാൻസ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൽ ഉള്ള മെമ്പേഴ്സ് ജിതേഷ് പള്ളിക്കര, ജെയ്സൺ സിറിയക്, സുരേഷ് മഠത്തിൽ. താങ്ക് യു ഓൾ. അപ്പം നിങ്ങളാണ് നമ്മുടെ നട്ടല്. അപ്പം എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു എവ്രി വൺ. നമ്മൾ പോകുന്നതിന് മുമ്പേ ഒരു ഫോട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ കമ്മിറ്റി എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് മുമ്പോട്ട് വന്നാൽ നമുക്ക് എല്ലാവർക്കും ലൈനപ്പ് ചെയ്ത് ഒരു പിക്ചർ എടുക്കാം. നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്ന് മുമ്പോട്ട് വരിക. ജെയ്സൺ, രജനി, മാത്യു, രാഹുൽ. അതെ. അപ്പോൾ എല്ലാവരും ഒന്ന്, നമ്മുടെ അജയാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്ലീസ് ലൈൻ അപ്പ്. നമുക്ക് ഈസി ഒന്ന് ഇരിക്കാം, ബാക്കി എല്ലാവരും കിട്ടത്തക്കോണം. ഈസി ഇരിക്കും, ഇവിടെ വന്നിരിക്കും. ഓ അല്ലല്ല, ഉള്ളവരൊക്കെ അജയ് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അജയ് ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ ഒന്ന് പറയണം. ഓക്കെ, എല്ലാവരും അങ്ങോട്ട് നോക്കൂ. കഴിഞ്ഞോ അജയ്, കഴിഞ്ഞോ? Okay, thank you so much.